ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിൻ്റെ സീക്രട്ട് ഇതാണ്. ഏത് കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിലും ഈ സീക്രട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിനെടുത്തിരിക്കുന്നത് തേങ്ങയാണ് കേട്ടോ. നല്ലൊരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പം ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് വെള്ളയപ്പായാലും വട്ടയപ്പായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾക്കിതൊന്ന് ഈ അരിച്ചെടുത്തതിന് ശേഷം കുപ്പിയിലേക്ക് ആക്കി വെക്കണം. ഇനി ഈ വെള്ളം നമ്മൾക്ക് ഒരു കുപ്പിയിലാക്കി വെക്കാം. ഒരു 4-5 മണിക്കൂർ കുപ്പിയിലാക്കിയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെക്കാം. അപ്പം ഇനി ഇത് ഒരു 4-5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ആ വെള്ളത്തിന്, തേങ്ങാ വെള്ളത്തിന് കുറച്ച് ചേഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമ്മൾക്ക് തേങ്ങാ വെള്ളം കിട്ടുമ്പോൾ ഇതിൻ്റെ ഒഴിച്ചു വയ്ക്കണം. ഇതിൻ്റെ നിറയെ ഒഴിച്ചു വയ്ക്കരുത്. ഒരു മുക്കാൽ ഭാഗം മാത്രമേ ഒഴിച്ചു വയ്ക്കാൻ പാടുള്ളൂ. ഫുള്ള് ഒഴിച്ചു വെച്ചാൽ നമ്മൾ തുറയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാനിതാ ഇത്രയും ആക്കിയാണ് വെച്ചിട്ടുള്ളത്. ഇത്രയും ആകാൻ പാടുള്ളൂ, കൂടുതലാകരുത്. ഇനി പതുക്കെ വേണം മൂടി തുറക്കാൻ, ചെയ്യാതെ വേണം മൂടി തുറക്കാൻ. ഇല്ല അത് നല്ല പോലെ ഇതിൻ്റെ ഗ്യാസ് നിറഞ്ഞിട്ട് നല്ല പോലെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ പതുക്കെ അത് തുറക്കുമ്പോൾ തന്നെ കണ്ടില്ലേ നമ്മൾക്ക് ഇതിൻ്റെ പതം ഇങ്ങനെ വരുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ ഇത് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി നല്ല ആ ഒരു സൗണ്ടൊക്കെ വരുന്നത്, നല്ല സോഡയുടെയൊക്കെ. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ പച്ചരിയും കുറച്ച് ചോറും ചേർത്ത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു വട്ടയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ.